ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ വീഡിയോ മുഴുവനെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുകയും ചെയ്യണം. പുതുതായിട്ട് വരുന്നവരെ സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ ആൾക്കാർ അതായത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരും അല്ലാത്ത ആൾക്കാരും എല്ലാം കുറേ ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട് കെവിൻ നീനു സംഭവത്തെക്കുറിച്ച്. അതായത് ആ സംഭവമല്ല, നീനു പുതിയ ആളെ വിവാഹം കഴിച്ചു, അച്ഛൻ തന്നെയാണ് കൈപിടിച്ചു കൊടുത്തത്, അങ്ങനെയുള്ള ന്യൂസുകളിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പം ഞാനും വീഡിയോസ് കണ്ടപ്പം ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ മനസ്സിൽ സന്തോഷമാണ് തോന്നിയത്. കാരണം ഒരാളെ ഓർത്ത് ജീവിതകാലം മുഴുവൻ നരകിച്ച് ജീവിക്കുന്നതിനേക്കാൾ, ഓർമ്മകളാണ് മനുഷ്യനെ നരകിപ്പിക്കുന്നതെന്ന് കേട്ടിട്ടില്ല, നരകിച്ച് ജീവിക്കുന്നതിനേക്കാൾ പുതിയൊരു ജീവിതം തേടിയല്ലോ എന്നോർത്ത് സന്തോഷം തോന്നി. പക്ഷേ ഞാൻ വീഡിയോസ് ഇട്ടവരുടെയൊക്കെ വീഡിയോസ് കയറി കാണുകയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഫോട്ടോ പോലും, അവരുടെ മാരേജ് ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അപ്പം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, അങ്ങനെ ഫോട്ടോസൊന്നും കാണാത്തത് കൊണ്ട് ഇതിൽ സത്യമാണോ, ഇത് ഫേക്ക് ന്യൂസാണോ, അപ്പം റീച്ചിന് വേണ്ടി ഇപ്പം എന്തും ചെയ്യുമെന്നായല്ലോ നമ്മുടെ യൂട്യൂബേഴ്സ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ആണോ എന്നറിയാം. അപ്പം ഒരു ഫോട്ടോ പോലും കാണാതെ നമ്മൾ സത്യമാണെന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോസ് ചെയ്തില്ല. എനിക്കും സത്യമല്ലെന്ന് തോന്നി. കാരണം ആരെങ്കിലും ഒരു വീഡിയോസ് ചെയ്തതിൻ്റെ പുറമെ നമ്മളെല്ലാവരും റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ സത്യമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനും അതുപോലെ എല്ലാ കണ്ടൻറ്റിനൊന്നും എടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്തില്ല. എനിക്ക് ഇതായിട്ട് തോന്നുന്ന സബ്ജക്റ്റ് മാത്രമേ ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ വിഷയത്തിൽ, അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പെൺകുട്ടിയുടെ, അതിനുശേഷം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പെൺകുട്ടിയുടെ വീഡിയോ കണ്ടായിരുന്നു, ഒരു റീല് കണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ആ പെൺകുട്ടി പറയുന്നുണ്ട് ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ്സ് ആയിട്ട് വരുന്നത്, അത് നല്ലൊരു കാര്യമല്ലേ, അതിൽ ഇത്രയും വീഡിയോ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് കുറേ നെഗറ്റീവും വരുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു കാര്യം തന്നെ, എന്നെപ്പോലെ എല്ലാവർക്കും സന്തോഷമായൊരു ന്യൂസ് തന്നെ ആയിരിക്കണം അത്. പക്ഷേ അതൊരു ഫേക്ക് ന്യൂസ് ആണെങ്കിൽ അത് അവർക്കും അവരുടെ കുടുംബത്തിനും അതൊരു മാനസിക ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. കാരണം ആ പെൺകുട്ടി ഇപ്പോഴും കെവിനെ ഓർത്ത് ജീവിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിക്കും അതൊരു മാനസിക ബുദ്ധിമുട്ടായിരിക്കും ഈ ഇല്ലാക്കഥകളൊക്കെ പറഞ്ഞു പരത്തുന്നത്. അപ്പോൾ അതിനെതിരെ ഇപ്പം ശക്തമായ ഒരു ആൾ തന്നെ, അതായത് തെളിവുകളായിട്ട് വരേണ്ട ആൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പം അതായത് കെവിൻ്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്തൊരു റീലാണ് ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണ് ഞാൻ. അപ്പോൾ കെവിൻ്റെ അച്ഛൻ തന്നെ സമ്മതിക്കുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കെവിൻ്റെ അച്ഛൻ സംസാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂരാണ്. ഇവിടെയായിട്ടാണ് കെവിൻ്റെ അച്ഛൻ്റെ വർക്ക്ഷോപ്പ് വരുന്നത്. നമുക്ക് കെവിൻ്റെ അച്ഛനോട് തന്നെ ഇതിൻ്റെ വിശദ വിവരങ്ങൾ എന്താണെന്നും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും ചോദിച്ചറിയാം. അച്ഛൻ, ഇപ്പം നീനുവിൻ്റെ കല്യാണം കഴിഞ്ഞു എന്നൊരു വാർത്ത വരുന്നുണ്ടല്ലോ, അത് സത്യമാണോ? എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. നിങ്ങളിപ്പം വന്ന് ചോദിച്ചപ്പോൾ ആണ് ഞാൻ അറിയുന്നത്. ഇതുപോലെ പലരും ഈ ചാനലിൽ നിന്നൊക്കെ വിളിച്ചെന്നോട് ചോദിച്ചു, പക്ഷേ എനിക്കൊന്നും അറിയത്തില്ല. ഇല്ല, പിന്നെ അവരുടെ കറക്റ്റ് അറിയണമെങ്കിൽ വീട്ടവരോട് തന്നെ ചോദിക്കുക. ഈ ഇതിനകത്ത് ഇട്ടതാരാ, അവരോട് ചോദിക്കും. അച്ഛന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. പല ന്യൂസിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന, ഓൺലൈൻ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്ന അച്ഛനാണ് കൈ പിടിച്ച് കൊടുത്തത്. എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ച് കെവിൻ്റെ ഫാദറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വാർത്തയുമായി യാതൊരു ബന്ധവും ഇല്ല എന്നതും പുറത്തു വരുന്ന വാർത്തകൾ തികച്ചും വ്യാജമാണെന്നുമാണ് പറയുന്നത്. അതുപോലെ തന്നെ കെവിൻ നീനു, അവരെ രണ്ടുപേരെ കുറിച്ച് നമ്മൾ കൂടുതൽ ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം ഒരു സമയത്ത് ന്യൂസിൽ നിറഞ്ഞു നിന്നവരെന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ ന്യൂസിൽ നിറഞ്ഞു നിന്നത്, കാരണം ഒരുപാട് അത്രയേറെ പ്രണയിച്ചിട്ട് ഒന്നായി ഒരു ദിവസവും നല്ല ഒരു നിമിഷം പോലും ജീവിക്കാൻ ഭാഗ്യം കിട്ടാതെ പോയ രണ്ടുപേരാന്ന് പറയാം. കാരണം നീനുവിൻ്റെ വീട്ടുകാർ തന്നെ ദുരഭിമാനക്കൊലയെന്ന് തന്നെ പറയാം. നീനുവിൻ്റെ വീട്ടുകാർ അതുപോലെ തല്ലി ചതച്ചാണ് ആ പാവത്തിനെ കൊന്നത്. ആ ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടാണ്. ആ സമയത്ത് പോലും കെവിൻ മരിച്ചു കിടക്കുന്ന ആ സമയത്ത് താങ്ങായി ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നത് കെവിൻ്റെ അച്ഛൻ തന്നെയാണ്. അതെല്ലാം ആ സമയത്ത് എല്ലാവരും ചർച്ച ചെയ്തു. അത്രയും സ്നേഹം നിറഞ്ഞൊരു പിതാവ് തന്നെ കൈപിടിച്ചു കൊടുത്തു എന്ന വാർത്ത കേട്ടപ്പോഴും നമുക്ക് ഒരുപാട് സന്തോഷം തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, അച്ഛനൊരു ദേഷ്യത്തോട് തന്നെ സംസാരിക്കാൻ നമുക്ക് പറയാം. കാരണം ഇതൊരു നടക്കാത്ത സംഭവമാണ്. അദ്ദേഹത്തിനെ തന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞപ്പോഴെന്ന്. അപ്പം ഇപ്പോഴും നീനു കെവിനെ ഓർത്ത് തന്നെയാണ്, കെവിൻ്റെ ഓർമ്മകളിൽ തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവത്തെ ഓർത്ത് അവരെ വിഷമിപ്പിക്കായിരിക്കും, അവരുടെ കുടുംബത്തെ ഇപ്പോൾ അച്ഛൻ്റെ തുറന്നു പറച്ചിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകും. എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടുമ്പോൾ ഉടനെ റീച്ചിന് വേണ്ടി വീഡിയോസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും. ഇപ്പം യൂട്യൂബേഴ്സിൻ്റെ മിക്ക
ഒരു ഇതാണ്. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ തന്നെ ഉടനെ അത് വീഡിയോസിന് വേണ്ടി അത് റീച്ചാക്കാൻ വേണ്ടി ചെയ്യുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം നടന്നതല്ലെങ്കിൽ അവർക്കും അതൊരു മാനസിക ബുദ്ധിമുട്ടായിരിക്കും, ആ പെൺകുട്ടിക്കും. അവർ അവരുടേതായ ജീവിതം സന്തോഷമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോട്ടെ അല്ലേ. നമ്മളാരും അതിൽ കയറി കൈ കടത്താതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഇതൊരു ഫേക്ക് ന്യൂസാണ് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം നീനുവിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, അച്ഛൻ കൈ പിടിച്ചു കൊടുത്തു. അച്ഛൻ അറിഞ്ഞിട്ട് പോലും അച്ഛൻ ആ വാർത്തയോട് പ്രതികരിക്കും എന്ന് നമുക്ക് മനസ്സിലാവും. ഒരുപാട് പേരിങ്ങനെ വിളിച്ച് ചോദിക്കുമ്പോഴും ഒക്കെയാണ് അച്ഛൻ തന്നെ ഈ ന്യൂസ് അറിയുന്നത്. അപ്പം അവർ പോലും അറിയാത്തൊരു കാര്യമാണ്. അപ്പം റീച്ചിന് വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള അങ്ങനെ ഒരു മാനസികാവസ്ഥ മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം സ്വൈര്യമായി ജീവിക്കുന്നവർ അവരുടെ പാട്ടിന് അവർ ജീവിക്കട്ടെ, അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അത്രയും വിഷമിച്ച ഒരു പെൺകുട്ടിയാണ്, ഇനിയെങ്കിലും അതൊരു നല്ല ജീവിതം ജീവിക്കട്ടെ. നെഗറ്റീവായി വീഡിയോ ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. ഇല്ലാത്ത ന്യൂസ് നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു ന്യൂസ് തന്നെ ആയിരുന്നു. ഒരുപക്ഷെ അത് സന്തോഷം തരുന്ന ന്യൂസ് തന്നെ ആയിരിക്കും. പക്ഷെ ഇല്ലാത്ത കാര്യമാണെങ്കിൽ അതിങ്ങനെ പറഞ്ഞു പരത്താതിരിക്കുന്നതായിരിക്കും നല്ലത്.